സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ ചെയ്യുന്ന രീതിയിൽ എൻ്റേതായ ഒരു വീഡിയോ സ്റ്റോറിയുമായിട്ടല്ല, എൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ടല്ല ഞാനിപ്പോൾ സ്റ്റോറി ചെയ്യുന്നത്. മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൃത്യമായും ഡെയിലി ന്യൂസ് പേപ്പറിനകത്ത് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഡെസ്കിൽ നിൽക്കുന്ന ഒരാളാണ് മാതൃഭൂമിയിലെ രവി മേനോൻ. രവി മേനോൻ മലയാള ചലച്ചിത്ര ഗാന ശാഖയെക്കുറിച്ചാണ് കൂടുതൽ പറയാറുള്ളത്. സംഗീതവുമായി ഏറെ ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാറുള്ളത്. അദ്ദേഹം എണ്ണം പറഞ്ഞ ആ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന എണ്ണം പറഞ്ഞ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. നല്ല സംഗീതത്തെക്കുറിച്ച് അപാരമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. ചലച്ചിത്ര ഗാനശാഖയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം രവി മേനോനുമായി ഞാൻ 2 പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ വെച്ചിട്ടാണ്. 2011-12 കാലഘട്ടത്തിലാണ്. ഏത് വർഷമാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെയോടൊപ്പം 2 പരിപാടികളിൽ ഞാൻ വേദി പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ ഫോൺ നമ്പർ മേടിക്കുകയോ അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയായിരിക്കാം കാരണം. എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവാറില്ല. ഇപ്പോഴും പലരുടെയൊക്കെ നമ്പറൊക്കെ ഇപ്പം ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരാളെയും ഈ സെലിബ്രിറ്റികളെയൊന്നും പ്രത്യേകിച്ചും വിളിച്ച് അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാറില്ല. സുഖമല്ലേ, ചായ കുടിച്ചോന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മെസ്സേജ് വായിക്കാറില്ല. വാട്സപ്പിലൊക്കെ തന്നെ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സ്റ്റോറികൾ അവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു ഫോർവേഡ് ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ. അനാവശ്യമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അത് പറഞ്ഞ് മേനി അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആരോഗ്യകരമായ ബന്ധങ്ങൾ തുടർന്നു പോകുന്നു. പലതും അവർ വിശ്വസിച്ച് നമ്മളോട് പറയുന്നു എന്നുള്ളത് ഒരു വലിയ ആനുകൂല്യമായും അംഗീകാരമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. എന്തായിരുന്നാലും ഇന്ന് മാതൃഭൂമി അകത്ത് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത്. വായിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ അറിയാതെ പോകുന്നത് നഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ വരുന്നത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദേവ എന്ന് വിളിച്ച് കേട്ടി പൊട്ടിക്കരഞ്ഞു. ആ ശോഷിച്ച കൈകളുടെ ആലിംഗനത്തിൽ ദേവരാജൻ മാസ്റ്റർ ഒതുങ്ങി നിന്നു. രവി മേനോൻ. ഓക്കെ. KT മുഹമ്മദും G ദേവരാജനും അപൂർവ പ്രതിഭാശാലികൾ. ചരിത്രത്തെ സ്വന്തം വഴിക്ക് തിരിച്ചുവിട്ടവർ. മനസ്സിൽ തോന്നുന്നതെന്തും ആരുടെ മുഖത്ത് നോക്കിയും വെട്ടിത്തുറന്ന് പറയാൻ മടി കാട്ടാത്തവർ. നിറഞ്ഞൊഴുകുന്ന അവരുടെ കണ്ണുകളാണ് എൻ്റെ സംഗീതയാത്രയിലെ ഏറ്റവും വികാരഭരിതമായ ഓർമ്മചിത്രങ്ങളിലൊന്ന് എന്ന് രവി മേനോൻ പറഞ്ഞിരിക്കുകയാണ്. 4 നൂറ്റാണ്ട് മുമ്പത്തെ കഥ. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ, അതായത് കോഴിക്കോട്ടത്തെ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി ചെന്നൈയിലേക്ക് തിരിച്ചു പോകും മുമ്പ് ദേവരാജൻ മാസ്റ്റർക്ക് ഒരാഗ്രഹം: കോഴിക്കോട്ടെ ചില പഴയ സഹപ്രവർത്തകരെ കാണണം. KPSCയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരാണ് ദേവരാജൻ മാസ്റ്റർ എന്നുള്ളത്. വന്ന വടികൾ മറക്കാതിരിക്കുമ്പോഴും അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാന ശാഖയിലെ മുടിചൂടാമനായിട്ട് നിൽക്കുകയാണ്. സംവിധാന രംഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹവും വയലാറും ഒരുമിച്ച് ചേർന്നിട്ടുള്ള നിത്യഹരിത ഗാനങ്ങൾ ഇന്നും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പഴയ ആളുകളെ കാണണം എന്നുള്ളത് ഇന്നത്തെ പല നടീനടന്മാർക്കും സംഗീതജ്ഞന്മാർക്കും ഒക്കെ ഒരു മാതൃകയാണ് ഇവരൊക്കെ തമ്മിലുള്ള ആത്മബന്ധം. KPSCയിലെ ആദ്യകാല വയലിനിസ്റ്റായ സുകുമാരനായിരുന്നു അവരിലൊരാൾ. പിന്നെ KT മുഹമ്മദ്, നാടക ജീവിതം സമ്മാനിച്ച ആദ്യകാല സുഹൃത്ത്. കടൽപ്പാലം ഉൾപ്പെടെ KTയുടെ പല ആദ്യകാല നാടകങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത് മാസ്റ്ററാണ്. അന്ന, അച്ഛനും ബാപ്പയും, രാജഹംസം, ശരപഞ്ചരം, മയിലാടും കുന്ന് തുടങ്ങി KTയുടെ തൂലികാ സാന്നിധ്യമുള്ള സിനിമകളുമായുള്ള സംഗീതബന്ധം ഏറെ. ഉജ്ജയിനിയിലെ ഗായിക കസ്തൂരി തൈലമിട്ട് അത് മറന്നുപോയില്ല. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. യേശുദാസാണ് പാടിയെന്ന് തോന്നുന്നു അല്ലേ. പിന്നീട് സിനിമയിൽ മോഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു, സന്യാസിനി, അത് സന്ധ്യമയങ്ങും നേരം, എത്രയെത്ര ക്ലാസിക് പാട്ടുകൾ. സുഹൃത്തും ഗായകനും മാസ്റ്ററുടെ വലിയൊരു ആരാധകനുമായ സലാമിൻ്റെ കാറിലായിരുന്നു KTയുടെ പുതിയങ്ങാടിയുടെ വീട്ടിലേക്കുള്ള യാത്ര. പ്രദീപം വേണുവേട്ടനുമുണ്ട് ഞങ്ങൾക്കൊപ്പം. ചെല്ലുന്ന കാര്യം KTയോട് വിളിച്ചു പറഞ്ഞിരുന്നില്ല. ആഹ്ലാദകരമായ ഒരത്ഭുതമായിക്കോട്ടെ KTക്ക് ഈ സന്ദർശനം എന്ന് മാസ്റ്റർ. അപ്രതീക്ഷിതമാണല്ലോ. യാത്രയ്ക്കിടെ KTയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശിശുസഹജമായ വാശികളെക്കുറിച്ചും രസകരമായി സംസാരിച്ചു കൊണ്ടിരുന്നു മാസ്റ്റർ. വയലാർ വഴിയാണ് മാസ്റ്റർക്ക് KTയെ പരിചയം. പരസ്പരമുള്ള ആദരവിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ ബന്ധം. ജാതിമതഭേദങ്ങൾക്കെല്ലാം അതീതമായി കലയെ നോക്കിക്കണ്ട പുരോഗമനവാദികളാണ് ഇരുവരും. നിലപാടുകളുടെ കാര്യത്തിലാവട്ടെ കർക്കശക്കാരും. സിനിമയുടെ രീതികളുമായി ഒത്തുപോകാൻ പ്രയാസമായിരുന്നു KTക്ക്. എൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെ. പക്ഷേ എന്നേക്കാൾ വികാരധീനനാണ് അദ്ദേഹം. ആരോടും എളുപ്പം ഇണങ്ങുകയും ചെയ്യും. ശുദ്ധപാവം, ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു. വർഷങ്ങളേറെയായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടിട്ട്. സിനിമയോട് KT വിടവാങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സ്വകാര്യ ജീവിതത്തിലെ ചില അപ്രതീക്ഷിത താളപ്പിഴകൾ ഏൽപ്പിച്ച ആഘാതത്തിലാണ് KTയുടെ ഭാര്യയാണ് ഇപ്പോൾ സീനത്ത് എന്ന് പറയുന്ന നടി. അവർ ചില വഴിവിട്ട മാർഗ്ഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുടുംബജീവിതം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൽ താളപ്പിഴകളുണ്ടായി. അദ്ദേഹത്തെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിയിരുന്നു. അദ്ദേഹം കലയുടെ ലോകത്ത് നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഉൾവലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോയിരുന്നു അവസാന ഘട്ടത്തിലൊക്കെ.
അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യുക, ഇസ്ലാം മതത്തിനകത്തെ നവോത്ഥാന നായകനായിട്ട് തന്നെ അദ്ദേഹത്തെ കാണേണ്ടതാണ്. ഡോക്ടർ ഉസ്മാൻ, കെ ടി മുഹമ്മദ്, അങ്ങനെയുള്ള ഒരുപാട് പേര് ചേർന്നിട്ടുള്ള വലിയൊരു മൂവ്മെൻ്റ് അക്കാലത്ത് മലബാറിലുണ്ടായിരുന്നു. ഓക്കെ, അതിലേക്ക് പോട്ടെ. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്, കെ ടി മുഹമ്മദിൻ്റെ സഹോദരിയാണ് പിന്നെ രക്തസാക്ഷി കുഞ്ഞാലി, CPM പിന്നെ MLA ഒക്കെ ആയിരുന്ന കുഞ്ഞാലി, വെടിയേറ്റ് മരിച്ച കുഞ്ഞാലി വിവാഹം കഴിച്ചിട്ടുള്ളത്. KT കടുത്ത ആസ്മ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ, പൊതുവേദികളിൽ ഒട്ടും സജീവമല്ല, ആൾക്കൂട്ടത്തിൽ നിന്ന് ബോധപൂർവമുള്ളവരകൽച്ച, എഴുത്തും കുറവ്, ജീവിതം പലപ്പോഴും ഏകാന്തതയുടെ തുരുത്തിൽ തന്നെ, ഏകാന്തതയുടെ ഒറ്റപ്പെട്ട തുരുത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഒരാൾക്കൂട്ടത്തിനിടെ തനിയെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം സ്വയം ഉൾവലിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. പഴയ പ്രസാദാത്മകതയും വാചാലതയും എങ്ങോ പോയി മറഞ്ഞ പോലെ. കാറിൽ നിന്നിറങ്ങി വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഞങ്ങളുടെ കൈപിടിച്ച് അകത്തേക്ക് നടന്നു വരുന്ന മനുഷ്യനെ പൂമുഖത്തിരുന്ന് KT സൂക്ഷിച്ചു നോക്കി. ആളെ പിടികിട്ടിയില്ല എന്ന് വ്യക്തം. പിന്നെ പതുക്കെ വീടിൻ്റെ പടിയിറങ്ങി മുറ്റത്തേക്ക് അദ്ദേഹം നടന്നു വന്നു. കിതച്ചുകൊണ്ടാണ് നടപ്പ്, ആസ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ. അടുത്ത് വരും തോറും മുഖത്തെ വിഷാദഭാവം തെളിഞ്ഞു വന്നു. തൊട്ടു മുമ്പിലെത്തിയപ്പോഴാണ് KTക്ക് സന്ദർശകനെ മനസ്സിലായത്. കാഴ്ചയുടെ പ്രശ്നങ്ങളുണ്ടാവും. പൊടുന്നനെ മുഖത്തെ ഭാവം മാറുന്നു. അവിശ്വസനീയതയോടെ ദേവരാജൻ മാസ്റ്ററുടെ മുഖത്ത് നോക്കി തരിച്ചു നിൽക്കുന്നു അദ്ദേഹം, ഏതോ സ്വപ്നലോകത്തെ ചെന്നുപെട്ടതുപോലെ. ദേവ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന KTയെയാണ് അടുത്ത നിമിഷം ഞങ്ങൾ കണ്ടത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന സീൻ, ആ ഒരു സൗഹൃദത്തിൻ്റെ ആഴം, ആ ബന്ധത്തിൻ്റെ ഊഷ്മളത. അത് മാസ്റ്ററുടെ കരച്ചിലിനിടെ കൈകൾ രണ്ടും നീട്ടി മാസ്റ്ററെ ഗാഢമായി ആശ്ലേഷിക്കുന്നു KT മുഹമ്മദ്. മാസ്റ്ററുടെ മുഖത്തെ ഭാവപ്രകർച്ച ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ. പിന്നെ രവി മേനോനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആ സന്ദർശനത്തിനിടയിൽ. സാക്ഷ്യം വഹിച്ച ഒരാളാണ്, ആ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച, ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ്. ബന്ധങ്ങളുടെ തീവ്രത തൊട്ടറിയാൻ കഴിഞ്ഞ അപൂർവ ഭാഗ്യം കിട്ടിയൊരു മാധ്യമപ്രവർത്തകനെന്ന് രവി മേനോനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്രതീക്ഷിതമായ ആ സ്നേഹപ്രകടനത്തിൻ്റെ തീവ്രത ഉൾക്കൊള്ളാനാകാതെ നിറഞ്ഞ കണ്ണുകളോടെ KTയുടെ ശോഷിച്ച കൈകൾക്കുള്ളിൽ കൊച്ചു കുഞ്ഞിനെ പോലെ ഒതുക്കി നിൽക്കുന്നു മാസ്റ്റർ. പതിറ്റാണ്ടുകൾ അവർക്ക് ചുറ്റും കൊഴിഞ്ഞു വീഴുന്ന പോലെ, കാലം പിന്നിലേക്ക് ഓടിമറയുന്നുവോ. കാരണം ഇന്നലെ കണ്ട് പിരിഞ്ഞ പോലെയാണ് അവർ, പിന്നെ പിറ്റേന്ന് കാണുന്ന പോലെയാണ് കാണുന്നത്. കാരണം അവർക്കിടയിലുണ്ടായിരുന്ന ഒരകൽച്ചയും ആ പതിറ്റാണ്ടുകൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല കാണാതിരുന്ന കാലത്ത് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ബന്ധത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. മരിക്കും മുമ്പ് തമ്മിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, വിതുമ്പലിനിടയിൽ KT പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് കിതപ്പോടെ ഇത്ര കൂടി, അറിയുമോ, ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിഞ്ഞവരാണ് ഞാനും ദേവനും വയലാറുമൊക്കെ. അതായത് ദേവരാജൻ മാസ്റ്ററും വയലാർ രാമവർമ്മയും KT മുഹമ്മദും ഒക്കെ അങ്ങനെ കഴിഞ്ഞവരാണ് എന്ന്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം. ഇന്ന് ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കും, സുഖമായി ഉറങ്ങും. ഒരുപാട് കാലമായി നല്ല ഉറക്കം കിട്ടാത്ത ഒരു മനുഷ്യൻ്റെ ഒരു വല്ലാത്ത സന്തോഷത്തിൻ്റെ മുഹൂർത്തം കൂടിയാണത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വ്യക്തി ജീവിതത്തിലെ ഒരുപാട് തിരിച്ചടികൾ, ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, നോവിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ വേദനകൾ, അതൊക്കെ വെച്ചിട്ട് സമാധാനവും ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ട രോഗാവസ്ഥയും ഒക്കെ കൂടെ കൂടിയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ അദ്ദേഹം ജീവിതത്തിലെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ദേവരാജൻ മാഷ് ഒരാശ്വാസത്തിൻ്റെ മഞ്ഞുതുള്ളിയായി ആ സന്ദർശനം നടത്തുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വന്ന വാക്കുകൾ ഇടയ്ക്ക് വെച്ച് മുറിയുന്നു. ഒന്നും പറയാനാകാതെ കണ്ണു തുടച്ചു നിന്നു ദേവരാജൻ മാസ്റ്റർ. പോയി മറിഞ്ഞ ആ ഒരു കാലത്തിൻ്റെ ആർദ്രമായ ഓർമ്മകൾ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു ഞങ്ങൾക്ക്. ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമൊന്നും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇനി ഉണ്ടാവുകയുമില്ല. പ്രദീപം വേണുകേട്ടൻ എൻ്റെ കാതിൽ മന്ത്രിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അപ്പോൾ. രവി മേനോൻ പറയുകയാണ്. 2006 മാർച്ച് 14 ദേവരാജൻ മാസ്റ്റർ ഓർമ്മയായി. 2 വർഷം കഴിഞ്ഞൊരു മാർച്ച് 25 പ്രിയപ്പെട്ട KTയും. എന്തായിരുന്നാലും ഈ കുറിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്നേഹം. ഞാൻ എന്തായിരുന്നാലും വളരെ ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച്, സുനിത വില്യംസിൻ്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ചും യാഥാസ്ഥിതികമായ നമ്മുടെ സാമൂഹിക ബോധത്തെക്കുറിച്ചും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഹിജാബ് വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളത് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഇതിനെ പരസ്പരം ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റോറി ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ലാൽസലാം.